ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ഇറാനി പോളയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഇറാനി പോള ഞാൻ തയ്യാറാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ഇത് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മസാല പുരട്ടി വെക്കാം. ആദ്യം തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ അധികം ഹാർഡാക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. അതേ പാനിലോട്ടേക്ക് നമുക്ക് മീഡിയം സൈസുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്, സവാളക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു റെഡിഷ് കളർ കിട്ടും, അതിന് വേണ്ടിയാണ്. പിന്നെ 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ പോളയുടെ മുകൾ ഭാഗത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി ചിക്കൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പോളക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡിയായി. നമുക്കിനി തണുക്കുന്നവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 250 ml ഒരു കപ്പിൽ മൈദ ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല ചേർക്കുന്നത്, ഡയറക്റ്റായിട്ട് എടുത്ത പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 3/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ മുട്ടൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും, അതിന് വേണ്ടിയാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി പോകരുത് കേട്ടോ.
നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് 3-4 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബാറ്റർ കിട്ടും. ഈ രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പോള ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബാറ്ററിൻ്റെ പകുതി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബാറ്ററിനും പകുതി ബാറ്റർ ചേർത്ത് കൊടുത്ത് ഒരു 3-4 സെക്കൻഡോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, ഒന്നും എടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മുഴുവൻ ചിക്കൻ ഫില്ലിങ്ങും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഫില്ലിങ് വേണം കേട്ടോ, എങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വെറും മാവ് മാത്രമായി പോകും. അപ്പോൾ നല്ലവണ്ണം തന്നെ ചിക്കൻ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മളെ ബാറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സൈഡ് ഭാഗം വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ള മുഴുവൻ മാവും നമുക്ക് ഇതിൽ തന്നെ ബാറ്ററും ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്ന് നമ്മൾ സെൻറ്ററിലോട്ടേക്ക് വരിക. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ ആദ്യം ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും ഇതിലുണ്ട് മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മുടെ പോള. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡോ യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല കളർഫുള്ളാവും. ഞാനിപ്പം ഗ്രീൻ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ നോക്കുക, 20 മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ പോളയൊന്ന് തുറന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മളെ പോളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. സൈഡൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട്. കണക്ക് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി വേകാറുണ്ട്. നമുക്കൊന്ന് വേറൊരു പാനിലോട്ടേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് അടിഭാഗം കണ്ടോ, എല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കരിഞ്ഞ് പിടിച്ചിട്ടൊന്നുമില്ല. ഇനി 1-2 സെക്കൻഡ് നമുക്ക് അടച്ചു വയ്ക്കൊന്നും വേണ്ട. ആ ഒരു അടിഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ പോള നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കാണാതെ കണ്ടോ, എൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടല്ലോ, നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും.